കണിക്കൊന്നകൾ പൂക്കുമ്പോ മണിത്തൊങ്ങലും ചാത്തുമ്പോ ആരേകും വിഷു കൈനീട്ടം കണിക്കൊന്നകൾ പൂക്കുമ്പോ മണിത്തൊങ്ങലും ചാത്തുമ്പോ. കുഞ്ഞൂസേ, അപ്പോൾ നമുക്ക് വിഷു അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ വിഷു എല്ലാം വരുമ്പോൾ വിഷുവിന് മെയിനായിട്ട് നമ്മളെ നാട്ടിൽ എല്ലാവരും ഉണ്ടാക്കും തോന്നുന്നു. കുഞ്ഞൂസേ, എന്താ കുഞ്ഞൂസേ വിഷുവിന് മെയിനായിട്ട് ഉണ്ടാക്കല്? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കാരയപ്പം എന്ന് പറയും. കാരയപ്പം ഉണ്ണിയപ്പം ഒന്നല്ല കുഞ്ഞൂസേ? അതെ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതായത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക്, അതായത് എന്നെ പോലെയുള്ളവർക്കും ഈ പുറത്തെല്ലാം നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അരിവെള്ളത്തിലിടലും അരക്കലും ഒരു മെനക്കേടില്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ഉണ്ണിയപ്പം കാരയപ്പം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ ബാ പോവാല. നമ്മൾ ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ നെയ്യിലോട്ട് നമ്മൾ തേങ്ങ കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കണം എന്ന് വെച്ചെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോരുത്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് മാത്രം ആയാൽ മതി. ഒരുപാട് കരിഞ്ഞു പോയാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഇപ്പോൾ ഏകദേശം അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഗോൾഡ് ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്ന വെച്ചാൽ അതിൽ തന്നെ വെച്ചാൽ കൂടുതൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി. അതാണ് ഒരു കപ്പ് എടുക്കുമ്പോൾ നമ്മൾ വടിച്ചിട്ട് വേണം എടുക്കാൻ. ഇത് കൂന കൂട്ടി എടുക്കരുത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് KK എന്നുള്ള ഒരു റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ വടിച്ചിട്ട് വേണം എടുക്കാൻ, കൂന കൂട്ടി എടുക്കരുത്. പിന്നീട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയും അതുപോലെ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതും കൂനക്കൂട്ടി എടുക്കരുത്, വടിച്ച് വെച്ചിട്ട് വേണം മൈദപ്പൊടി എടുക്കാൻ. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് റവയാണ്. അതായത് 1/4 ടേബിൾ സ്പൂൺ റവയാണ് എടുക്കുന്നത്. ഞാനിവിടെ വറുത്ത റവയാണ് എടുക്കുന്നത്. വറുക്കുന്നതോ വറുക്കാത്തതോ നമുക്ക് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കാതെയും വെക്കാം കേട്ടോ. ഞാൻ അരിച്ചെടുത്തേ ഉള്ളൂ. അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജാഗരിയാണ്, അത് വെല്ലമാണ്. ഞാനിവിടെ 1/4 കപ്പ് വെല്ലമാണ് എടുത്തുള്ളത്. പൊടിച്ചതോ പൊടിക്കാത്തതോ എടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് 1/4 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ റൈസ് ഫ്ലോറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ എള്ള് ഒന്ന് വറുക്കാൻ വിട്ടുപോയി. അത് ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് വറുത്തിട്ട് ഇതിനകത്തിട്ടു. ഞാൻ നെയ്യും കൂടെ ആഡ് ചെയ്തു, എനിക്ക് നെയ്യ് ഇഷ്ടമാണ്. പിന്നെ തേങ്ങാക്കൊത്തും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 5 ഏലക്കയും പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പഴമാണ്. നമുക്ക് ഏത് പഴം വേണം എടുക്കാം. മൈസൂർ എടുക്കാം, ഞാലിപ്പൂവൻ എടുക്കാം. എൻ്റെ കയ്യിൽ ഞാലിപ്പൂവൻ ഉള്ളതുകൊണ്ട് ഞാനൊരു ഞാലിപ്പൂവൻ പഴം എടുത്തു. അതിനകത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് അരച്ച് വന്നിട്ട് മിക്സ് ചെയ്തെടുത്തു. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിനകത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഉണ്ടാവരുത്. കട്ടയുണ്ടെങ്കിൽ ടേസ്റ്റ് മോശമായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് കാരയപ്പം ഉണ്ടാക്കേണ്ട ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യമുള്ള എണ്ണ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇതറിയാണ്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചു പോയി. കൂടുതലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒരു ബബിള് പോലെ വരുമ്പോൾ നന്നായിട്ട് ചൂടായി എന്നാണ്. അതിനുശേഷം നമുക്ക് ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചപ്പോൾ തന്നെ അപ്പം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി ഉണ്ണിയപ്പം. പക്ഷേ നല്ലോണം എണ്ണയായിപ്പോയി. 2ാമത്തെ പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ എണ്ണ ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. നമ്മളത് ഓരോന്നായിട്ട് നമ്മളത് കോരി എടുത്ത് വെക്കാം. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഷേപ്പൊക്കെ ഒരുമാതിരിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് കഴിച്ച് നോക്കാം. ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? പൊള്ളുന്നുണ്ടോ? അത്ര സോസില്ല, പുറത്തത്രയൊന്നുമില്ല.
മുറുക്കും മുറുക്കും ഉണ്ടോ? കറുമുറാന്നുണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. Don't forget to like and subscribe. Bye bye. Bye bye.